Hi, welcome to C Square Academy. So today we are going to study stresses in soil mass in Geotechnical Engineering 1. So mainly three types of stresses are soil. One is total stress, that is denoted by sigma, pore water pressure, which is denoted by U, and effective stress, which is denoted by sigma dash. So there are three types of stresses in soil mass: total stress, pore water pressure, and effective stress. Then first one is total stress. Total stress എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ അകത്ത് സോയിലും ഉണ്ട്, വാട്ടറും ഉണ്ട്, എയറും ഉണ്ട്. ഇതിൽ എയർ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ എയറിന് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. സിൻസ് ദ വെയ്റ്റ് ഓഫ് ദി എയർ ഈസ് സീറോ, സ്ട്രെസ് കനോട്ട് ബി ടേക്കൺ ബൈ എയർ. സോ ടോട്ടൽ സ്ട്രെസ് ഈസ് ടേക്കൺ ബൈ ബോത്ത് സോയിൽ ആൻഡ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ വോയിഡ്. അതുകൊണ്ട് ടോട്ടൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രെസ് ടേക്കൺ ബൈ ദി സോയിൽ solids and water present in the voids is known as total stress. Stress taken by the soil solids and water present in the voids is known as total stress. Then pore water pressure എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിൻ്റെ അകത്ത് വോയിഡ്സിൽ വാട്ടർ മാത്രം എടുക്കുന്ന സ്ട്രെസ്സിനെയാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. വാട്ടർ മാത്രം എടുക്കുന്ന പ്രഷറിനെയാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് അനദർ നെയിം ഓഫ് പോർ വാട്ടർ പ്രഷർ ഈസ് ന്യൂട്രൽ പ്രഷർ. Okay, the pressure transmitted through water is termed as pore water pressure or neutral pressure. ഇനി ലാസ്റ്റ് വൺ എഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ എന്തായിരിക്കും? ടോട്ടൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ടേക്കൺ ബൈ സോയിൽ സോളിഡ്സ് ആൻഡ് വാട്ടർ ആണ്. പോർ വാട്ടർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മാത്രം എടുക്കുന്ന സ്ട്രെസ്സ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് സ്ട്രെസ് എന്തായിരിക്കും? സോയിൽ മാത്രം എടുക്കുന്ന സ്ട്രെസ്സിനെയാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദ സ്ട്രെസ് ടേക്കൺ ബൈ the soil solids or the pressure transmitted through the soil particles are termed as intergranular pressure or effective stress. അപ്പോൾ മെയിൻലി മൂന്ന് സ്ട്രെസ്: ടോട്ടൽ സ്ട്രെസ്, പോർ വാട്ടർ പ്രഷർ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്. ഇനി ഇതിൽ ടോട്ടൽ സ്ട്രെസ് സോയിൽ ആൻഡ് വാട്ടർ ടേക്ക് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മാത്രം എടുക്കുന്ന സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ മാത്രം എടുക്കുന്ന സ്ട്രെസ്. ഇനി എഫക്റ്റീവ് സ്ട്രെസ്സിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതും കൂടി ഓർക്കുക: ഇന്റർഗ്രാനുലാർ പ്രഷർ. അതുപോലെ പോർ വാട്ടർ പ്രഷറിനാണെങ്കിൽ വേറൊരു പേര് ന്യൂട്രൽ പ്രഷർ. സോ വി ക്യാൻ റൈറ്റ് ആസ് ടോട്ടൽ സ്ട്രെസ് സിഗ്മ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് പോർ വാട്ടർ പ്രഷർ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്. ദറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് പ്ലസ് യു ആൻഡ് സിഗ്മ ഡാഷ് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. സോ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ സ്ട്രെസ് ആൻഡ് പോർ വാട്ടർ പ്രഷർ. ഇനി ഇതിൽ തന്നെ പല കണ്ടീഷൻസ് വരുമ്പോൾ വാട്ടർ ടേബിൾ ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ്, വാട്ടർ ടേബിൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് സ്ട്രെസ്സിൻ്റെ ചേഞ്ചസ് വരുന്നത് എന്ന് പഠിക്കാനുണ്ട്. അതിൽ വെൻ ദർ ഇസ് നോ വാട്ടർ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു ഗ്രൗണ്ട് സർഫസ് വരച്ചു. സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ട്രെസ് എത്രയായിരിക്കും? ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും സീറോ ആയിരിക്കും, കാരണം മേളിൽ നിന്ന് ഒരു ലോഡും വരുന്നില്ല. ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും മേളിൽ നിന്ന് എന്തെങ്കിലും ലോഡ് വരുന്നുണ്ടെങ്കിൽ അത് കാരണമുള്ള സ്ട്രെസ്സാണ് ഇവിടെ വരുന്ന സ്ട്രെസ്. സിൻസ് നോ ഓവർലോഡ്സ് ആർ കമ്മിങ് എബവ് എ, ദ സ്ട്രെസ് അറ്റ് എ വിൽ ബി സീറോ. അപ്പോൾ സിഗ്മ ഈസ് സീറോ, യു ഈസ് സീറോ, ഓൾസോ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ. ഇനി അറ്റ് ബി ബി വാട്ട് വിൽ ബി സിഗ്മ? ഗാമ എന്ന സോയിൽ ഓർ ഗാമ എന്ന യൂണിറ്റ് വെയിറ്റ് ഉള്ള സോയിൽ ഈസ് പ്രസൻറ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് എച്ച് യൂണിറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ഗാമ ഇൻറ്റു എച്ച് ആണ് ബിയിലെ സ്ട്രെസ്സ്. അതായത് ടോട്ടൽ സ്ട്രെസ്സാണ് സിഗ്മ ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എച്ച്. യു എന്തായിരിക്കും? വാട്ടർ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ ഇല്ല. വാട്ടർ ആബ്സെൻ്റ് ആണെങ്കിൽ വാട്ടർ പ്രഷർ ഓൾസോ വിൽ ബി സീറോ. ദെയർഫോർ സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു സിഗ്മ മൈനസ് യു, വിച്ച് വിൽ ബി സെയിം ആസ് സിഗ്മ ഇറ്റ്സെൽഫ്. സോ വാട്ടർ ടേബിൾ ആബ്സെൻ്റ് ആണെങ്കിൽ സിഗ്മ ഡാഷ് ആൻഡ് സിഗ്മ വിൽ ബി സെയിം. ദറ്റ് ഈസ് ടോട്ടൽ സ്ട്രെസ് ആൻഡ് effective stress will be same if water table is absent. Okay, ഇനി water table is present at the ground level വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റ് നമ്മൾ ഗാമ സാറ്റ് എന്ന് പറയും. കാരണം എന്താ? ഇവിടുത്തെ സോയിൽ സാച്ചുറേറ്റഡ് ആണ്. സോ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഗാമ സാറ്റ്. ഓക്കെ, ഗാമ സാറ്റ് ഓർ സോയിൽ ഓഫ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് ഈസ് പ്രസൻറ്റ് ഫോർ എ ഹൈറ്റ് ഓഫ് എച്ച്. സിമിലർലി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ എന്ന സർഫസിൽ മേളിൽ നിന്ന് ലോഡൊന്നും വരാത്തതുകൊണ്ട് തന്നെ പ്രഷർ ഈസ് സീറോ. ദെൻ ബി എന്ന സർഫസിൽ സിഗ്മ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ്സാണ്. അതായത് വാട്ടറും സോയിലും കാരണമുള്ള സ്ട്രെസ്സാണ്. ആ സോയിലിൽ വാട്ടർ സാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ് ഗാമ സാറ്റ് എന്ന യൂണിറ്റ് വെയിറ്റ് വന്നത്.
അതുകൊണ്ട് ടോട്ടൽ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു ഗാമ സാറ്റ് ഇൻറ്റു എച്ച്. വാട്ടറിൻ്റെ സാച്ചുറേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് ആ യൂണിറ്റ് പേര് നമ്മൾ എടുത്തു. സോ ഗാമ സാറ്റ് ഇൻറ്റു എച്ച് വിൽ ബി ദ ടോട്ടൽ സ്ട്രെസ് അറ്റ് ദി സർഫസ് ബി ബി. ദെൻ യു വിൽ ബി ഈക്വൽ ടു, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ മാത്രം പ്രഷറാണ് എടുക്കാവുള്ളൂ. സോ വാട്ടറിൻ്റെ മാത്രം പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടറിൻ്റെ മാത്രം യൂണിറ്റ് വെയിറ്റ്, വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഗാമ ഡബ്ല്യു, വിച്ച് ഈസ് ഈക്വൽ ടു 9.81 kN/m³ or 1 g/cc. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് വിൽ ബി ദി water pressure at surface BB. Therefore, sigma dash will be equal to this gamma sat into H minus gamma W into H. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ സബ്മേർജ്ഡ് ഓർ ഗാമ ഡാഷ് ഇൻറ്റു എച്ച് എന്ന് വരും. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു. സോ ഗാമ സബ് ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പോൾ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലാവുമ്പോഴത്തേക്കും സിഗ്മ ഡാഷ് ആൻഡ് സിഗ്മ ആർ ഡിഫറെൻറ്റ്. വാട്ടർ ടേബിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിഗ്മ ഡാഷ് സോയിലിന് മാത്രം സ്ട്രെസ്സേ നമ്മൾ എടുക്കുന്നുള്ളൂ. സിഗ്മ ആകുമ്പോഴത്തേക്കും സോയിലിൻ്റെയും വാട്ടറിൻ്റെയും പ്രഷർ വരും. അതേസമയം വാട്ടർ ടേബിൾ ആബ്സെൻ്റ് ആണെങ്കിൽ സിഗ്മ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഡാഷ്. ഓക്കെ.